Google Pay ആപ്പിൻ്റെ ഇൻ്റർഫേസിൽ വന്നിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പേ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾ ചെയ്യുന്നതോടുകൂടി ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് വരുന്ന വിൻഡോയിൽ തന്നെ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ സ്കാൻ ആൻഡ് പേ ചെയ്യാനും അതുപോലെ തന്നെ കോൺടാക്ട്സിലോട്ട് പേ ചെയ്യാനും UPI IDയിലോട്ട് പേ ചെയ്യാനൊക്കെ നമ്മൾ ഈ ഒരു ഓപ്ഷൻസ് ആണ് എടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നതോടുകൂടി അതിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ ഒരു മാറ്റങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഗൂഗിൾ പേ ആപ്പ് ഇനി നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ 21 റുപ്പീസ് നിങ്ങൾക്കൊരു ജോയിനിങ് ബോണസ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ഒരു അപ്ഡേറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. നിലവിൽ ഗൂഗിൾ പേ ആപ്പിൻ്റെ ഇൻ്റർഫേസിൽ നമുക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ആണ് കാണാനായിട്ട് പറ്റുക. ആദ്യത്തെ ഓപ്ഷനിലൂടെ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തത് കോൺടാക്ട്സിലോട്ട് പേ ചെയ്യാനാണ്. പിന്നെ ഫോൺ നമ്പർ ഉണ്ട്, ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്, UPI ID ഒക്കെ ഉണ്ട്. അതായത് ഈ കാണുന്ന ഓപ്ഷൻസ് എല്ലാം ഇൻഡിവിജ്വലി ഓരോ സെക്ഷനാക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതുവരെ ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കുറേ ബിൽ ചാർജസ് അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം. ഇപ്പോൾ നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ പേ ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരം ചുരുക്കം ചില ആളുകൾക്കെല്ലാം ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ഗൂഗിൾ പേയുടെ ഇൻ്റർഫേസിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റം നിലവിലിപ്പോൾ iOS-ലാണ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലാണ് ആ ഒരു ചേഞ്ചസ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റുന്നത് ഇത്തരത്തിൽ കുറച്ച് ഓപ്ഷൻസ് ആണ്. ഈ ഒരു 4 ഓപ്ഷനാണ് കാണാനായിട്ട് പറ്റുക. സ്കാൻ എനി QR കോഡ് എന്ന് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെയാണ് വരുന്നത്. അതിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. രണ്ടാമത്തെ ഓപ്ഷൻ പേ എനിവൺ എന്ന് കാണാം. ഇതിൽ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഇതിൽ ആദ്യം തന്നെ നമുക്ക് പിന്നെ എൻ്റർ UPI ID ഓർ നമ്പർ എന്ന് കാണാനായിട്ട് പറ്റും. അതായത് നമുക്ക് UPI IDയിലോട്ടോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലോട്ടോ ഇത്തരത്തിൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ ഈ ഒരു നമ്പർ എന്ന് കാണാം. ഇവിടെ 1 2 3 എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് UPI ID അല്ലെങ്കിൽ ഫോൺ നമ്പർ ടാപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ABC എന്ന മോഡിലോട്ട് മാറും. അപ്പോൾ നമുക്ക് സെയിം തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. നമുക്ക് നമ്പർ ടൈപ്പ് ചെയ്യാം, അതുപോലെ തന്നെ UPI ID ഒക്കെ ടൈപ്പ് ചെയ്യാം. ഇതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് താഴെ ഈ ഒരു കീബോർഡിൽ ചെറിയൊരു മാറ്റം വരുന്നത് കാണാം. നമ്പർ മാറ്റി ലെറ്ററിലോട്ട് മാറ്റുമ്പോൾ നമുക്കിവിടെ നമ്പർ കിട്ടുന്നുണ്ട്. സിമിലർലി നമുക്കിവിടെ നമ്പറിലോട്ട് മാറുമ്പോൾ നമുക്കിവിടെ ലെറ്റേഴ്സും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ UPI ID ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല നിങ്ങൾക്ക് നമ്പറിലോട്ടാണ് അയക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടും അയക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു ചേഞ്ച്. അതിന് താഴെയായിട്ട് നമുക്ക് സെൽഫ് ട്രാൻസ്ഫർ കാണാനായിട്ട് പറ്റും. ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ തന്നെ മറ്റ് അക്കൗണ്ട്സിലോട്ട് പണം അയക്കാനായിട്ട് പറ്റും. അതിനായിട്ട് സെൽഫ് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട്സ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഏത് അക്കൗണ്ടിൽ നിന്ന് ഏത് അക്കൗണ്ടിലേക്കാണോ പൈസ അയക്കേണ്ടത് ആ ഒരു രീതിയിൽ ഇപ്പോൾ നിങ്ങൾ റെഗുലർലി ചെയ്യുന്ന ആ ഒരു ട്രാൻസാക്ഷനാണ്. ഇപ്പോൾ എൻ്റെ ഈ ഒരു കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ആക്സിസ് ബാങ്ക് അക്കൗണ്ടിലോട്ട് ഒരു 500 രൂപ അയക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടാപ്പ് ചെയ്യുക. അതിനുശേഷം UPI പിൻ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഗ്രൂപ്പ് ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ന്യൂ ഗ്രൂപ്പ് എന്ന് കാണാം. ഇതിലൂടെ നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ട്രിപ്പോ കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു ട്രാൻസാക്ഷനിലോട്ട് ആഡ് ചെയ്യേണ്ട നമ്പേഴ്സ് ഇതിന് സെലക്ട് ചെയ്യാം. ഒരു 4 to 5 ഫ്രണ്ട്സൊക്കെ ഔട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഇത്തരത്തിൽ ട്രാൻസാക്ഷൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ഗ്രൂപ്പ് ഓപ്ഷനാണ്. പിന്നെ നമുക്ക് താഴെ ആ ഒരു കോൺടാക്ട്സ് ആണ് കാണാനായിട്ട് പറ്റുന്നത്. മൂന്നാമതായിട്ട് ബാങ്ക് ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ കാണാം. ഇതിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട്സിലോട്ട് പണം അയക്കാനുള്ള മെത്തേഡാണ്. ബാങ്ക് അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഈ മുകളിൽ കാണുന്ന നോട്ടിഫിക്കേഷൻ നമ്മുടെ ഓഫർ കാർട്ടിൻ്റെതാണ് കേട്ടോ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിൻട്ര, ജിയോ പോലെയുള്ള എല്ലാ പ്ലാറ്റ്ഫോംസിലും വരുന്ന മികച്ച ഡീൽസ്. ഇപ്പോൾ ഈ ഒരു സാംസങ്ങിൻ്റെ TVക്ക് ഒരു ഓഫർ വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് വാട്സപ്പിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഉണ്ട്. ഓഫർ കാർട്ട് എന്ന പ്ലാറ്റ്ഫോംസിൻ്റെതാണ്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. ഇവിടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം IFSC കോഡ് എൻ്റർ ചെയ്യുക. പിന്നെ നമ്മുടെ റീസെൻറ്റ് ട്രാൻസാക്ഷനൊക്കെ താഴെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് സെൽഫിലോട്ട് ട്രാൻസ്ഫർ, അതായത് നമ്മുടെ തന്നെ അക്കൗണ്ടിലോട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സെൽഫ് ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇതാണ് ഈ ഒരു ബാങ്ക് ട്രാൻസ്ഫറിൻ്റെ സെക്ഷനിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിൽ ടാപ്പ് ചെയ്താൽ നമുക്ക് ഈ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള പേജ് വരും. ഇവിടെ നമുക്ക് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് ട്രാൻസാക്ഷൻ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ബിൽ ആൻഡ് റീചാർജ് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് മൊബൈൽ റീചാർജ്, DTH, ഇലക്ട്രിസിറ്റി, പിന്നെ ലോൺ EMI ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബിസിനസ് ട്രാൻസാക്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. താഴോട്ട് വരുവാണെങ്കിൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണാം. ഓൾസോ ബാലൻസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം ഈ ഒരു 4 ഐക്കണാണ്. ഈ ഒരു 4 ഐക്കൺ കാണുമ്പോൾ തന്നെ നിങ്ങൾ പാനിക് ആവേണ്ട. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. UPI ലൈറ്റ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. 500 രൂപ വരെ നമുക്ക് ഈ ഒരു ലൈറ്റിലോട്ട് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പിന്നൊന്നും എൻ്റർ ചെയ്യാതെ തന്നെ ഈസി ആയിട്ട് ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് പറ്റും. അതാണ് അതിൻ്റെ പർപ്പസ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ 4 നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഇത് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. സോ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ട് ഈ ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്യാൻ
മറക്കരുത്. ഗൂഗിൾ പേ ആപ്പുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഗൂഗിൾ പേ ആപ്പ് ഇനിയും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു 21 റുപ്പീസ് ജോയിനിങ് ബോണസ് ആദ്യത്തെ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് കിട്ടുന്നതാണ്. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത്. മാത്രമല്ല ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീൽസും ഓഫേഴ്സും എല്ലാം ഓഫർ കാർട്ട് എന്ന നമ്മുടെ വാട്സ്ആപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനൽസിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഉണ്ട്. ചെക്ക് ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.